ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ഉണ്ണിമായ. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു. അതായത്, ഒരു മനുഷ്യനെ കൊണ്ട് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റുമോ? കാരണം ഓരോ ദിവസവും മനുഷ്യന്മാർക്ക് വ്യത്യസ്തമല്ലേ, എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണല്ലേ, എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, അതുകൊണ്ട് ഒരാളെ കൊണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇനി ആ വ്യക്തി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഒരു മനുഷ്യനെ കൊണ്ട് എപ്പോഴും സന്തോഷകരമായിട്ടിരിക്കാൻ പറ്റുമോ? ആൻസർ യെസ് എന്നാണ്. അതെ, ഒരു മനുഷ്യന് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ആക്ച്വലി കഴിയും. പക്ഷെ മനുഷ്യന്മാർക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കഴിയുന്ന മനുഷ്യർ വളരെ കുറച്ചേ ഉള്ളൂ. അവർ വളരെ ഈ പറഞ്ഞ പോലെ യുണീക്കാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമായിരിക്കും, ചിന്തകൾ വ്യത്യസ്തമായിരിക്കും, അവർ കുറച്ചും കൂടെ അറിവുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, ഇനി ഞാൻ എസ് എന്ന് പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ കൊണ്ട് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. അത് എങ്ങനെ സാധിക്കും എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അതിൻ്റെ റീസൺ ഇതാണ്. എന്താണ് സന്തോഷം എന്ന് മനസ്സിലാക്കിയാൽ, ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നിങ്ങളെ കൊണ്ട് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ എല്ലാ മനുഷ്യന്മാരും വിചാരിക്കുന്നത് എന്താ അറിയോ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുമെന്നാണ്. അതുപോലെ ചില മനുഷ്യർ ഇങ്ങനെയാണ്, എന്തൊക്കെ കിട്ടിയാലും പറയും അതൊക്കെ കിട്ടി ശരി തന്നെ, പക്ഷെ എനിക്ക് അത് കിട്ടിയില്ലല്ലോ, എനിക്ക് ഇത്ര. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചില ആൾക്കാർ ആശ്വസിപ്പിക്കുന്നത്, നമ്മൾ പറയും ഒന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇതുണ്ടല്ലോ അതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും ശരിയാണ്, പക്ഷെ എനിക്കിതില്ലല്ലോ എന്ന് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് വിഷമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. മനുഷ്യന്മാരെല്ലാവരും, എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത്, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടണേന്നാണ്. ഇനി നിങ്ങൾക്ക് സന്തോഷം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. സന്തോഷത്തിന് മറ്റൊരു വാക്കുണ്ട്, ആനന്ദം. ഓക്കെ, അപ്പോൾ ഈ ആനന്ദത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അനന്തം ആനന്ദം എന്നാണ്. അനന്തം എന്ന് പറഞ്ഞാൽ എന്താ? എറ്റേണൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും നാശമില്ല, അതായത് എന്നെന്നും നിലനിൽക്കുന്നത് എന്നാണ് അനന്തത്തിന്റെ അർത്ഥം. അപ്പൊ അനന്തം ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? ആനന്ദം, സന്തോഷം, അത് എന്നും നിലനിൽക്കുന്ന ഒന്നിനെ പറയുന്ന വാക്കാണ്. അതായത് നാശമില്ല, എപ്പോഴും ഒരേപോലെ എപ്പോഴും അങ്ങനെ നിലനിൽക്കുന്ന ഒന്നിനാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ സന്തോഷം ഇതാണോ? നിങ്ങളെ സന്തോഷം എപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. സിമ്പിളായിട്ട് ഞാൻ പറയാം. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയായിരിക്കും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഐസ്ക്രീം കിട്ടുന്നു. ഐസ്ക്രീം ഇഷ്ടമുള്ള ആളാണെങ്കിൽ സന്തോഷമായിരിക്കും, പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷം ഉണ്ടാവുമോ? ആ സന്തോഷം കഴിക്കുമ്പോഴേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് പോകും. ഒരു വീട് വെക്കുന്നു. വീട് ഇപ്പോഴത്തെ ന്യൂ ഫാഷൻ അനുസരിച്ച് ആഗ്രഹപ്രകാരം നമ്മൾ വീട് വെച്ചു. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഓരോ വീടുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അത് ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു, അപ്പോൾ തോന്നിയില്ലല്ലോ. പിന്നെ ഫുള്ള് വിഷമാണ്. പിന്നെ ആ പുത്തൻ വീട് എടുത്തപ്പോൾ ഉള്ള സന്തോഷം പിന്നെ ഉണ്ടാവില്ല, ആ സന്തോഷം അങ്ങോട്ട് പോയി. അതേപോലെയാണ് എല്ലാ കാര്യം. പുതിയൊരു കാറ് വാങ്ങുന്നു, ഫുള്ള് ഹാപ്പി, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ കാറ് പഴയതാവും, പുതിയ മോഡലുകളൊക്കെ ഇറങ്ങും. അപ്പം എന്താണ്? പോയി, സന്തോഷം പോയി. അപ്പം ഇതിനെ നമ്മൾ ഒരിക്കലും എന്ത് പറയില്ല, സന്തോഷം. ഇത് ശരിക്കും സന്തോഷമല്ല, കാരണം ഇത് എറ്റേണലല്ല, ഇത് നിലനിൽക്കുന്നില്ല, താൽക്കാലികമായിട്ട് സംഭവിക്കുന്നു, അതങ്ങ് പോകുന്നു. ഓക്കെ, കിട്ടുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, ഒരു തോന്നൽ, നമുക്ക് തോന്നണതാണ് നമ്മൾ ഹാപ്പി ആയി എന്നുള്ളത്, പക്ഷെ ആക്ച്വലി നമ്മൾ ഹാപ്പി ആവുന്നില്ല. ഈ പറയുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് എറ്റേണലാണ്. നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു കഥ പറഞ്ഞുതരാം. അപ്പോൾ ഈ കഥ ഞാൻ ഇതുപോലെ ഒരു സ്പീച്ചിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു കഥയാണ്. അതായത് ഈ ഹിമാലയത്തിൽ കസ്തൂരി എന്ന് പറയുന്ന ഒരു മാനുണ്ട്. ഈ കസ്തൂരി പറയുന്ന മാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഒരു സീസൺ ആകുമ്പോൾ അതിന്റെ വയറ്റിൽ കസ്തൂരി ഉണ്ടാവുന്നുണ്ട്, പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇതുണ്ടാവുമ്പോൾ ഭയങ്കര നല്ല സ്മെല്ല് വരും. ഈ സ്മെല്ല് വരുന്ന സമയത്ത് ഈ മാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ സ്മെല്ല് തേടി ഇങ്ങനെ അലഞ്ഞു നടക്കും. എന്നിട്ട് അത് ഭയങ്കര മുൾച്ചെടീൻ്റെ ഉള്ളിലും കുറ്റിച്ചെടീൻ്റെ ഉള്ളിലൊക്കെ തലയൊക്കെ ഇട്ട് മുറിവുകളൊക്കെ ഏറ്റ് വാങ്ങി, പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ അന്വേഷിച്ച് നടക്കും, പക്ഷെ ഒരിക്കലും തിരിച്ചറിയുന്നില്ല ഇത് എൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു സ്മെല്ലാണ്, ഒരു പ്ലസൻറ്റ്, ഒരു മനോഹരമായിട്ടുള്ള ഒന്ന് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്നുള്ളത് ആ മാൻ മനസ്സിലാക്കാതെ എല്ലാത്തിലും പോയി തലയിട്ടിട്ട് മുറിവുകൾ ഏറ്റുവാങ്ങി ആ മുറിവിൻ്റെ വേദന സഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതിയുണ്ട്. ആക്ച്വലി ഈ സ്റ്റോറിയും നമ്മൾ മനുഷ്യരുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. എന്താ അറിയോ, നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ സന്തോഷം ചില വ്യക്തികളിലാണെന്ന്, നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യും.
പക്ഷെ ആണോ? അല്ല. അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരെന്തേലും പറയുകയോ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഷമത്തിലാവും, റൈറ്റ്? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഒബ്ജക്റ്റിലാണെന്ന്. നമ്മൾ കുറേ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒബ്ജക്റ്റ് ഒന്നും നിലനിൽക്കുന്ന ഒന്നല്ല. എന്തും നമുക്ക് നമ്മൾ അതിലാണ് ഇതിലാണ് എന്ന് വിചാരിച്ച് നമ്മൾ പുറത്തുള്ളതിൽ ഹാപ്പിനെസ്സിനെ കണ്ടിട്ട് ഒരു കാര്യമില്ല, അത് നിലനിൽക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിൽ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന്റെ കാരണം എന്നുള്ളത്. ഓക്കെ, അപ്പം എവിടെയാണ് ഈ സന്തോഷമുള്ളത്? നമ്മുടെ ഉള്ളിലാണ് സന്തോഷമുള്ളത്. അതുകൊണ്ടാണ് ആനന്ദത്തിന് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് അനന്തമാനന്ദം. കാരണം ഉള്ളിലുള്ളത് നമ്മൾ എത്രത്തോളം ഇവിടെ ഉണ്ടോ അത്രത്തോളം കാലം അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇതെൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു സകലമാന കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് പല ഹേർട്ടിങ്സ് ഏറ്റുവാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉള്ളിലാണുള്ളത്. ആര് വന്നാലും ആര് പോയാലും എന്ത് സംഭവിച്ചാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളാണ് തീരുമാനിക്കുന്നത് കരയണോ ചിരിക്കണോ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് തീരുമാനിക്കുന്നത്. സംടൈംസ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്നു എന്ന് മാത്രം. അതും നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. വേറൊരാൾക്ക് അങ്ങനെ റിമോട്ട് കൺട്രോൾ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ബോധം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷത്തിൽ പോകാൻ പറ്റും. അതായത് സന്തോഷം വരുന്നത് ഇവിടെ നിന്നാണെന്നുള്ളത് അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ലേ ട്രഷേഴ്സ് ഇൻ യുവർ ഹാർട്ട് വെയർ തീവ്സ് കനോട്ട് സ്റ്റീൽ ഇറ്റ് ഓർ ബ്രേക്ക് ഇറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിധിയുണ്ട്, അത് കള്ളന്മാർക്കോ കൊള്ളക്കാർക്കോ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ നിധി? ഇത് തന്നെയാണ് ആ നിധി. അതായത് നമ്മൾ സെൽഫ് കോൺഫിഡൻസിന് അല്ലെങ്കിൽ കോൺഫിഡൻസിനെ കുറിച്ചൊക്കെ പറയില്ലേ, നിങ്ങൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറുണ്ടോ അതിലൊന്നുമല്ല കോൺഫിഡൻസ് ഇവിടെയാണെന്ന്. സന്തോഷവും ഇവിടെ തന്നെയാണോ? ഒരാളിലോ ഒരു ഒബ്ജക്റ്റിലോ ഒന്നുമല്ല ഉള്ളത്, അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ എപ്പോഴും ഹാപ്പി ആവണോ? എങ്ങോട്ട് തന്നെ നോക്കുക, സെൽഫിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഹാപ്പി ആവാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.